ഹായ് ഓൾ, ഏവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു MCQ ഡിസ്കഷൻ സെഷനുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ MCQ ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ് ഫ്രം അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാം. അപ്പം കേരള PSC ചോദിച്ചിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനാവശ്യമുള്ള ഡെറിവേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഒരെണ്ണം കൂടെ എക്സ്ട്രാ റിസൾട്ട് വേണ്ടി വരുമെങ്കിൽ അതിന് വേണ്ടി മാത്രം ഡെറിവേഷൻസ് ഉണ്ട്. അല്ലാത്ത MCQ ആയിട്ട് മാത്രം നമുക്ക് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The ratio between the Einstein's coefficients for spontaneous and stimulated emission is. അപ്പം ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? The ratio between the Einstein's coefficient for spontaneous and stimulated emission. 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് കാണുമ്പോഴേ ഏകദേശം എല്ലാം ഒരേപോലെ ഇരിക്കുന്നു അല്ലേ? നമുക്ക് കൺഫ്യൂസിങ് ആവുന്നത് ഏതാണ് വരുന്നത് അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വന്നിരിക്കുന്ന ടോപ്പിക്ക് ലേസർ എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നുമാണ് ഇത് എത്തിയിരിക്കുന്നത്. ലേസറിന്റെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇപ്പോൾ ലേസറിന്റെ ആപ്ലിക്കേഷൻ, ലേസേഴ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സിലബസിൽ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്നുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. സോ ലേസറിൻ്റെ കേസിൽ നമ്മൾ 3 പ്രോസസ്സസ് ഉണ്ട്. അതിനുശേഷം 3 പ്രോസസ്സിൽ നിന്ന് നമ്മൾ 3 കോഎഫിഷ്യൻസിനെ പരിചയപ്പെടുന്നുണ്ട്. അവർ തമ്മിലുള്ള റേഷ്യോ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അബ്സോർപ്ഷൻ ഉണ്ട്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ട്, മൂന്നാമത്തെ പ്രോസസ്സ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ, ഇടയ്ക്ക് സ്പോണ്ടേനിയസ് എമിഷൻ ഉണ്ട്. സോ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലോവർ എനർജി ലെവലിൽ നിന്നും ഫോട്ടോൺ അല്ലെങ്കിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഹയർ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിറ്റ് ചെയ്യുന്നു. അതായിരുന്നു അബ്സോർപ്ഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഫോട്ടോണിനെ എമിറ്റ് ചെയ്തുകൊണ്ട് ഹയർ എനർജി ലെവലിൽ നിന്നും ലോവർ എനർജി ലെവലിലേക്ക് ട്രാൻസ്ഫർ സംഭവിക്കുന്നു. ലാസ്റ്റ് വൺ സ്റ്റിമുലേറ്റഡ് എമിഷൻ വിച്ച് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു സോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടിയാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് പ്രോസസ്സ് സംഭവിക്കുന്നത്. സോ ഈ 3 പ്രോസസ്സ് വഴി നമുക്ക് 3 കോഎഫിഷ്യൻസ് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നോക്കിക്കേ, അബ്സോർപ്ഷൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യൻ്റ് ആണ് A21. ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻറ്റ് ഫോർ അബ്സോർപ്ഷൻ A21. 21 എന്ന് വരാനുള്ള കാരണം എന്താണ്? അപ്പം A21 ഉണ്ട്, B12 ഉണ്ട്, B21 ഉണ്ട് ആണല്ലോ. സോ നമുക്ക് ഫസ്റ്റ് വേണ്ടുന്ന അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ആണ് B12. ഓക്കെ, A21 അല്ല, B12 ആണ് നമ്മുടെ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻസ്. A ആൻഡ് Bയിലെ ഫസ്റ്റ് വൺ ഫോർ അബ്സോർപ്ഷൻ B12. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് A21 ആൻഡ് B21. 21 വരാനുള്ള കാരണം 2 കേസിൽ നടക്കുന്നത് ഹയർ എനർജി ലെവൽ 2ൽ നിന്ന് ലോവർ എനർജി ലെവൽ 1ലേക്കുള്ള ട്രാൻസിഷനാണ്. സോ നമുക്ക് A21 ഉണ്ട്, B21 ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A21ൻ്റെയും B21ൻ്റെയും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അതിന് വേണ്ടി ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള കേസ് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഡെറിവേഷൻ കാണിക്കുന്നുണ്ട്. കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ MCQയിൽ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് പഠിക്കാം അല്ലേ? പക്ഷെ പിന്നീട് മറന്നു പോകാതിരിക്കാനും അതിൽ നിന്നൊരു ചെറിയ റിസൾട്ട് നമ്മൾ അല്ലാതെ പഠിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ നോക്കിക്കേ, ഈ കേസിൽ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്പർ ഓഫ് ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ് ട്രാൻസിഷൻസ് പെർ സെക്കൻഡ് ഈക്വൽ ആണ്. അതായത് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ വരികയാണെങ്കിൽ താഴ്ന്ന് മുകളിലേക്കുള്ള ട്രാൻസിഷൻ ഫസ്റ്റ് കേസ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്നുള്ള കേസും ഈക്വൽ ടു ആണ് എന്ത്? ഇതിന് രണ്ടിൻ്റെയും കൂടെ സമ്മ. അതായത് കാരണം അവർ 2 പേരും ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് ട്രാൻസിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് രണ്ടും തുല്യമാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഇത് കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, A21 പ്ലസ് A21 ഇൻറ്റു N2. A21 ഇൻറ്റു N2 എങ്ങനെയാണ് വന്നതെന്ന് അറിയാമല്ലോ. കാരണം A21 ഈസ് നത്തിങ് ബട്ട് സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എമിഷനാണ് A21 എന്ന് പറയുന്നത്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്പോണ്ടേനിയസ് എമിഷൻ്റെ കേസിൽ നമ്മുടെ റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ RSP എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ ഹയർ എനർജി ലെവലിന് പ്രൊപ്പോർഷണലാണ്. അവിടെ നിന്നാണ് നമ്മൾ RSP ഈക്വൽ ടു A21 N2, വേർ A21 ഈസ് ദ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻറ്റ് ഫോർ സ്പോണ്ടേനിയസ് എമിഷൻ. പ്ലസ് പിന്നെ രണ്ടാമത്തെ ട്രാൻസിഷൻ ഏതാണ്? 2ൽ നിന്ന് 1ലേക്ക് തന്നെ വരുന്ന രണ്ടാമത്തെ ട്രാൻസിഷനാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ അല്ലേ? അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ നമ്മൾ പറഞ്ഞത് റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഈസ് പ്രപ്പോർഷണൽ ടു N2 ഇൻറ്റു ചാർജ് ഡെൻസിറ്റി Q അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി Q. സോ അവിടെ നിന്നാണ് നമുക്ക് RST ഈക്വൽ ടു B21 ഇൻറ്റു N2Q എന്ന് കിട്ടുന്നത്, വേർ B21 ഈസ് ദ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻറ്റ് ഫോർ സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ഈക്വൽ ടു ഇത് രണ്ടും അറ്റ് ഇക്വിലിബ്രിയത്തിൽ ഇവർ രണ്ടുപേരുടെയും കൂടെ സം എന്ന് പറയുന്നത് മൂന്നാമത്തെ ആരായിരുന്നു? ഫസ്റ്റ് നടന്ന അബ്സോർപ്ഷന് തുല്യമാണ്. അബ്സോർപ്ഷൻ്റെ കേസിൽ ഇതുപോലെ അബ്സോർപ്ഷൻ റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഫസ്റ്റ് എനർജി ലെവൽ
ഇൻറ്റു എനർജി ഡെൻസിറ്റി ആണ്. സോ നമുക്ക് അതിൻ്റെ പ്രൊഫഷണാലിറ്റീസായി മാറ്റാൻ വേണ്ടി B12 എന്ന് പറഞ്ഞിരിക്കുന്ന ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ഫോർ അബ്സോർപ്ഷൻ കൊണ്ടുവന്നു ഇൻറ്റു N1Q എന്ന് എഴുതി. ഇത് മൂന്നുമാണ് നമ്മുടെ ലേസറിലെ 3 പ്രോസസ്സസ്. ഓക്കെ, പഠിച്ചിട്ടുള്ളവർക്കൊന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ബി ഒരുമിച്ച് വരുന്ന കോഎഫിഷ്യൻസ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി. സോ B12 N1Q മൈനസ് B21 N2Q ഈക്വൽ ടു A21 N2. ഇവിടെ നമ്മൾ Q കോമൺ എടുത്തു. സോ Q ഇൻറ്റു B12 N1 മൈനസ് B21 N2 ഈക്വൽ ടു A21 N2. ഡിറൈവ് ചെയ്യാൻ ഒന്നുമില്ല, ജസ്റ്റ് മാത്തമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാം പെട്ടെന്ന് എഴുതിയെടുക്കാം. എന്നാൽ ഇത്രയും കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ക്യൂവിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഇവിടുന്ന് A21 N2 ബൈ B12 N1 മൈനസ് B21 N2 എന്ന് കിട്ടി. ഇനി നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും B12 N2 കൊണ്ട് B12 N2 അല്ല B21 N2 കൊണ്ടാണ് B21 N2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് ഡിനോമിനേറ്ററിലും. സോ നോക്കിക്കേ, മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്ററിനെയും നമ്മൾ B21 N2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, താഴെയുള്ള ഡിനോമിനേറ്റർ ടേംസിനെയും നമ്മൾ B21 N2 കൊണ്ട് ഹോൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് N2 ക്യാൻസലായി. സോ A21 ബൈ B21 കിട്ടി ഇൻറ്റു 1 ബൈ ഇവിടെ നമുക്ക് B12 ബൈ B21 ഇൻറ്റു N1 ബൈ N2. ഇവിടുന്ന് എല്ലാ ടേംസും പോയി -1 എന്ന് കിട്ടും. സോ ക്യൂവിൻ്റെ ഒരു ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു ആണല്ലോ. ഇനി ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനായിട്ട് പോകുന്നത്. ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനിൽ നിന്നും N1 ബൈ N2 ഈക്വൽ ടു E റേസ് ടു hν ബൈ KT എന്നൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. N1 ബൈ N2 ഈക്വൽ ടു E റേസ് ടു hν ബൈ KT. ഓക്കെ, എല്ലാവർക്കും അവരുടേതായ വാല്യൂ. കേക്ക് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ, ന്യൂ ഫ്രീക്വൻസി, H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. N1 ബൈ N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഹയർ ആൻഡ് ലോവർ ആൻഡ് ഹയർ എനർജി ലെവൽ റെസ്പെക്റ്റീവ്ലി. സോ നമുക്ക് N1 ബൈ N2 എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? E റേസ് ടു hν ബൈ KT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ 7 എങ്ങനെ മാറും നോക്കിയേ. Q ഈക്വൽ ടു A21 ബൈ B21 ഇൻറ്റു 1 ബൈ ഈ N1 ബൈ N2ൻ്റെ സ്ഥാനത്ത് നമ്മൾ E റേസ് ടു hν ബൈ KT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഈ ഇക്വേഷനും അവിടെ നിൽക്കട്ടെ. എട്ടാമത്തെ ഇക്വേഷൻ. ഒൻപതാമത്തെ ഇക്വേഷനിൽ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല ഫോർ എനർജി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എനർജി ഡിസ്ട്രിബ്യൂഷനുള്ള പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുലയാണ്, ജനറൽ ഫോർമുലയാണ്, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുന്നതാണ്. റേഡിയേഷൻ ഫോർമുല ഇക്വേഷനാണ് Q ഈക്വൽ ടു 8πhν ക്യൂബ് ബൈ C ക്യൂബ് ഇൻറ്റു 1 ബൈ E hν ബൈ KT മൈനസ് 1. അപ്പോൾ 8ഉം 9ഉം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ടേം ഇവിടെയുണ്ട്, ഈ ഒരു ടേം ഇവിടെയുണ്ട്, ശരിയല്ലേ? അപ്പോൾ A21 ബൈ B21ൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ടേം ഏതാണ് കമ്പയർ ചെയ്യുമ്പോൾ? A21 ബൈ B21 ഈക്വൽ ടു 8πhν ക്യൂബ് ബൈ C ക്യൂബാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണ്? റേഷ്യോ ബിറ്റ്വീൻ A21 ആൻഡ് B21. അതായത് സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ റേഷ്യോസ് ആണ്, ഐൻസ്റ്റീൻ കോഎഫിഷ്യൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം A21 ബൈ B21 ഈക്വൽ ടു 8πhν ക്യൂബ് ബൈ C ക്യൂബ്. ഇത്രയും പഠിക്കാൻ താല്പര്യമില്ലാത്തവർ ജസ്റ്റ് ബൈ ഹേർട്ട് ചെയ്യുക. ബൈ ഹേർട്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകരുത്. B21 ബൈ A21 ആണോ A21 ബൈ B21 ആണോ അങ്ങനെ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയൊരു രീതിയിലൊരു ഡെറിവേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ A21 ബൈ B21 ഈക്വൽ ടു 8πhν ക്യൂബ് ബൈ C ക്യൂബ്. ഓക്കെ, ഇവിടുന്ന് തന്നെ നമുക്ക് രണ്ടാമതൊരു റിസൾട്ട് കൂടെ കിട്ടും. ആ റിസൾട്ട് കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഡെറിവേഷൻ തന്നത്. നോക്കിക്കേ, B12 ബൈ B21 അല്ലേ? B12 ബൈ B21 എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ 1 ആണ്. സോ കോഎഫിഷ്യൻസുകളുടെ റേഷ്യോ പരസ്പരം കാണാനുള്ള 3 റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. B12 ബൈ B21, 1-2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അബ്സോർപ്ഷൻ ആൻഡ് B21 എന്ന് പറയുമ്പോൾ നമ്മുടെ എമിഷൻ ആണ്. സോ B12 ബൈ B21 ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു ആൻഡ് B12 ഈക്വൽ ടു B21. അപ്പം 3 റിസൾട്ടും നമുക്ക് ഈ ഒരൊറ്റ ഡെറിവേഷനിൽ നിന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻറ്റിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. B12ഉം B21ഉം തുല്യമായതുകൊണ്ടാണ് നമ്മൾ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻറ്റിനെ A ആൻഡ് B കോഎഫിഷ്യൻസ് എന്ന് മാത്രം വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസ് നോക്കിക്കേ, ഈ 3 ഡെറിവേഷനും 3 റിസൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൈ ഹേർട്ട് ചെയ്ത് വെച്ചിരിക്കുക. റേഷ്യോസ് ബിറ്റ്വീൻ ദ അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ, ആണോ സ്പോണ്ടേനിയസ് എമിഷൻ ആണോ സ്റ്റിമുലേറ്റഡ് എമിഷൻ കോഎഫിഷ്യൻസ് ആണോ എന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ B12 ഉണ്ട്, B21 ഉണ്ട്. B12 B21ൻ്റെ റേഷ്യോ 1ന് തുല്യമാണ്. എന്നാൽ A21 ബൈ B21ൻ്റെ റേഷ്യോ 8πhν ക്യൂബ് ബൈ C ക്യൂബാണ്. തിരിച്ചാ ചോദിക്കുന്നെങ്കിലോ B21 ബൈ A21 ആണ് ചോദിക്കുന്നതെങ്കിലോ ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്താൽ മതി. C ക്യൂബ് ബൈ 8πhν ക്യൂബ്. നമുക്ക് എങ്ങനെയാ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സോ ഏത് രീതി ചോദിച്ചാലും നമ്മൾ എഴുതാൻ റെഡി ആയിരിക്കണം. ഇനി ഫ്രീക്വൻസി വെച്ചിട്ടല്ല,
ലാംഡ വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ എന്ന് വെച്ചോ. നമ്മൾ എന്ത് ചെയ്താൽ മതി? സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലേ? അപ്പം ന്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? സി ബൈ ലാംഡയാണ്. സോ ഈ ന്യൂവിൻ്റെ സ്ഥാനത്തോട്ട് അല്ലെങ്കിൽ സിയുടെ സ്ഥാനത്തോട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ന്യൂ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടുന്നു? ന്യൂവിൻ്റെ ക്യാൻസലേഷൻ പോയിട്ട് ബാക്കി ലാംഡയിലുള്ള എക്സ്പ്രഷൻ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ലേസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ആ ഒരു കേസ് വെച്ചിട്ടുള്ള 3 പ്രോസസ്സസ്, അതിൻ്റെ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻസ് തിരിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. B12 എബ്സോർപ്ഷൻ ആണ്, അതുപോലെ A21ഉം B21ഉം ഉണ്ട് എമിഷൻ ആൻഡ് സ്പോണ്ടേനിയസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. അപ്പോൾ അത് രണ്ടും കൃത്യമായിട്ട് തിരിയാത്ത രീതി പഠിക്കുക. അവരുടെ റേഷ്യോ ഒരു 4 റിസൾട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ആ 4 റിസൾട്ടും ബൈ ഹേർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡെറിവേഷൻ ആവശ്യമുള്ളവർക്ക് ഇത് എങ്ങനെ വന്നു, ഇപ്പോൾ MCQനകത്ത് 4 ഓപ്ഷനിൽ ഒരേപോലെ തോന്നുന്നു, കൺഫ്യൂഷൻ ആണ്, അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നവർക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു കുഞ്ഞു ഡെറിവേഷൻ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ജസ്റ്റ് നോക്കി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കോളും. നമ്മൾ പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോമുലയാണ് ഇവിടെ അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് 8/h ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ് ഉണ്ടോ എന്ന് നോക്കാം നമ്മുടെ ഓപ്ഷനിൽ. താഴെ കിടക്കുന്നു. എന്താണ്? ദ റേഷ്യോ ഓഫ് ബിറ്റ്വീൻ ദ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻറ്റ് ഫോർ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷൻ്റെയും സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെയും റേഷ്യോ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? A21/B21ൻ്റെ റേഷ്യോ ആണ് 8/h ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ്. ഇനി തിരിച്ച് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആൻഡ് സ്പോണ്ടേനിയസ് എമിഷൻ ആയിരുന്നെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് മാത്രം ചെയ്യുക. ലാംഡയുടെ ഇക്വേഷനാണ് വേണ്ടുന്നെങ്കിൽ നിങ്ങൾക്ക് സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ യൂസ് ചെയ്തുകൊണ്ട് ലാംഡ ഈക്വൽ ടു സി ബൈ ന്യൂ എന്തും അപ്ലൈ ചെയ്യാം. എങ്കിൽ അത് സിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ലാംഡ എന്ന് ഇവിടെ കൊടുത്ത് ന്യൂ ലാംഡ ദ ഹോൾ ക്യൂബ് ഒക്കെ വെച്ച് ന്യൂ ക്യൂബ് ക്യാൻസൽ ഔട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണോ ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. അപ്പോൾ ഇതാണ് റേഷ്യോ ബിറ്റ്വീൻ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ഫോർ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 8/h ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A ruby laser pulse is contributed by 3 × 10⁻20 chromium 3+ ions. അപ്പോൾ ഒരു റൂബി ലേസർ പൾസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ക്രോമിയം അയോൺസിൻ്റെ എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. അതെത്രയാണ്? 3 × 10⁻20 ക്രോമിയം 3+ അയോൺസ് ആണ്. അതായത് ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ ആണ് 3 × 10⁻20 Cr3+. ഓക്കെ, നമുക്ക് നമ്പറിനെ ക്യാപിറ്റൽ എന്ന് തന്നെ വിളിക്കാം. കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ദ പൾസ് ഇഫ് ദ വേവ് ലെങ്ത് ഈസ് 6630 ആങ്സ്ട്രം. അപ്പോൾ വേവ് ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട്, 6630 ആങ്സ്ട്രം ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എനർജി ഓഫ് ദ പൾസ് ഇ ആണ്. ഏത് എനർജി അല്ലെങ്കിൽ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? സോറി, ഓക്കെ, അപ്പം അവിടെ നമുക്ക് എന്നും ന്യൂവും എന്നും ലാംഡയൊക്കെ തന്നിട്ടുണ്ട്. സോ എനർജി ഇ ആണ് വേണ്ടുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഏതൊരു പൾസ്, ലൈറ്റ് പൾസിൻ്റെയും എനർജിയുടെ ഇക്വേഷൻ എന്താണ്? എച്ച് ന്യൂ. അത് ഒരു അയോണിനാണെങ്കിൽ എച്ച് ന്യൂ ആണ്. ഇവിടെ എത്ര അയോൺസ് ഉണ്ട്? നമ്പർ ഓഫ് അയോൺസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം NH ന്യൂ. ഓക്കെ, സോ എനർജി ഇ ഈക്വൽ ടു NH ന്യൂ ആണ്. സോ എനർജി ഇ ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 × 10⁻20 ഇൻറ്റു H ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻34 ഇൻറ്റു ന്യൂ അല്ല തന്നിരിക്കുന്നത്, നമുക്ക് ലാംഡ വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് C ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. സോ ലാംഡ ഈക്വൽ ടു Z ബൈ ന്യൂ. നമുക്ക് ഈ ഇക്വേഷൻ വേണം, ന്യൂ ഈക്വൽ ടു Z ബൈ ലാംഡ, ഈ ഇക്വേഷൻ വേണം നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മുടെ ഉള്ളത് ലാംഡയാണ്. സോ ന്യൂവിൻ്റെ സ്ഥാനത്ത് നമുക്ക് സി കൊടുക്കാം. സിയുടെ വാല്യൂ ഇപ്പോൾ സി ഈക്വൽ ടു ഇവിടെ അങ്ങ് എഴുതുവാണേ, NH C ബൈ ലാംഡ. ഇപ്പോൾ സിയുടെ വാല്യൂ 3 × 10⁻8 m/s ആണ്. ബൈ ലാംഡ എത്ര തന്നിരിക്കുന്നത്? 6630 ആങ്സ്ട്രം ആണ്. സോ ആങ്സ്ട്രം ആകുമ്പം 6630 ഇൻറ്റു 10⁻10. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ സംഭവമാണല്ലോ, ഒത്തിരി ഉണ്ടല്ലോ എന്നൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം പവേഴ്സിനെല്ലാം കൂടെ നമുക്ക് കൂട്ടി എഴുതാം. 3 × 10⁻20 ഇൻറ്റു 10⁻34 ഇൻറ്റു 10⁻8 ഇൻറ്റു ഈ 6.626ൻ്റെ ഡെസിമൽ അങ്ങ് മാറ്റുവാണേ. 6.626ൻ്റെ ഡെസിമൽ മാറ്റാൻ 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ മുകളിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, താഴെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ 6626 എന്ന് തന്നെ എഴുതാം. കാരണം മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് അങ്ങ് പോയി. സോ അത് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കങ്ങ് മുകളിൽ കൊണ്ടുപോകാം.
10⁻10 മുകളിൽ വരുമ്പോൾ 10⁻10 ആവും. 10⁻3 മുകളിൽ പോകുമ്പോൾ 10⁻3 ആവും. ഓക്കെ, പിന്നെ ഒരു 6626 മുകളിൽ കിടപ്പുണ്ട്. ഒരു 3 ഉണ്ട്, 3 × 10⁻2 അല്ലേ, 3 കിടപ്പുണ്ട്. ബൈ താഴെയുള്ളത് 6630 അല്ലേ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ചെയ്യാനാണെങ്കിൽ കുറച്ച് ഡെസിമലിലെ വ്യത്യാസമൊക്കെ വരത്തക്ക രീതി വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ, 10⁻29 90 ജൂള്, 9 ജൂള്, 10⁻−15 ജൂള്, അങ്ങനെ പോയിന്റ് ഡെസിമൽ വരുന്ന ആൻസേഴ്സ് ഒന്നും കിടപ്പില്ല അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 6626 കിടപ്പുണ്ട്, ക്യാൻസൽ ഔട്ട് ചെയ്യാം. 6630 രണ്ടും ഏകദേശം അടുത്തടുത്ത് വരുന്ന വാല്യൂസ് ആയതുകൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. ദെൻ ബാക്കി നോക്കിക്കേ, 3 × 3 കിടപ്പുണ്ട്, 9. ഇനി ആ പവേഴ്സ് എല്ലാം കൂടെ ഒന്ന് കൂട്ടി എഴുതിയാൽ പോരെ. 10⁻20 + 8 28, 28 + 10 38, 38 - 34 4. ഇപ്പോൾ 10⁻4 × 10⁻−3 എന്ന് പറയുമ്പോൾ 10⁻1. ഫൈനലി നമുക്ക് ആൻസർ കിട്ടുന്നത് 90 ജൂൾ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ 6626/6630 നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് ഡെസിമലൊക്കെ എടുത്ത് ആൻസർ വരുമ്പോൾ നമുക്ക് 90 അടുപ്പിച്ചുള്ളൊരു വാല്യൂ ആയിരിക്കും വരിക. എന്തുകൊണ്ട് ഇവിടെ അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഡെസിമൽ കാണിക്കുന്ന ആൻസേഴ്സ് ഒന്നും കിടപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തത്. 90 ജൂൾ ആയിരിക്കും ആൻസർ. നമുക്ക് നോക്കാം. ഓക്കെ, റൂബി ലേസർ പൾസ് ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ 3 × 10⁻20 ക്രോമിയം അയോൺസിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് 90 ജൂൾ ആണ്. അപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഇക്വേഷൻ മനസ്സിലായല്ലോ. യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എനർജിയുടെ ഇക്വേഷൻ ആണ്, E=NH⁻. NH⁻ ഇവിടെ ലാംഡ എന്തുകൊണ്ട് നമ്മൾ C = ന്യൂ ലാംഡ വെച്ച് നമ്മൾ C ലാംഡയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിയിരിക്കുന്നത്. ഡെസിമൽ പോയിന്റ് കൺവേർഷനൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അത് വെച്ചിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുക. അത് എല്ലാ കേസിലും പോസിബിൾ ആവണം എന്നില്ല. ഓപ്ഷൻ നോക്കിയിട്ട് ഡെസിമൽ ഒന്നും ഇല്ല, അടുത്ത് കുറേ വാല്യൂസ് ഒന്നും അടുത്തുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ അക്സെപ്റ്റൻസ് ആംഗിൾ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ whose cladding and core have refractive indices 1 mu and 2 mu respectively. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ n എന്നും mu എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കേസിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അക്സെപ്റ്റൻസ് ആംഗിൾഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം അക്സെപ്റ്റൻസ് ആംഗിൾഡ് ഇക്വേഷൻ ഓർമ്മയുണ്ടോ, നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ പഠിച്ചതാണല്ലേ. അപ്പോൾ sin θmax = ന്യൂമറിക്കൽ അപ്പർച്ചർ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അവിടെ നമ്മൾ പഠിച്ചത് ന്യൂമറിക്കൽ അപ്പർച്ചർ = n1² - n2² എന്നായിരുന്നു. ഓക്കെ, ഇവിടെ n1 n2 പകരം μ1 μ2 എന്ന് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് നമ്മൾ അക്സെപ്റ്റൻസ് ആംഗിൾ എങ്ങനെ എഴുതും? അക്സെപ്റ്റൻസ് ആംഗിൾ θ = sin ഇൻവേഴ്സ് ഓഫ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് തന്നെ എഴുതാം, അല്ലെങ്കിൽ sin ഇൻവേഴ്സ് ഓഫ് n1² - n2² എന്ന് എഴുതാം. ഇത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ജനറൽ ഇക്വേഷൻ ആണല്ലോ. പക്ഷേ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ, ഇതിൽ നമുക്കറിയാം n1 വലുത് ആരായിരിക്കണം? വലുത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിനേക്കാൾ കുറഞ്ഞ് നിൽക്കണം. അപ്പോൾ ഇവിടെ n1 > n2 ആണെന്ന് നമുക്കറിയാം, അറിയാമല്ലോ. ഇനി ഓപ്ഷനിലേക്ക് നോക്കിക്കേ, 2 ഓപ്ഷൻസ് കിടപ്പുണ്ട്. അതായത് ഇത് 2 വരെല്ലാം നമുക്കറിയാം, കാരണം തീറ്റ വരുമ്പോൾ ഒരു സൈൻ ഇൻവേഴ്സ് വരണം. അപ്പോൾ ഉറപ്പായിട്ട് ആ 2 ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സിയും ഡിയും നോക്കിക്കേ, സിയും ഡിയിലും കിടപ്പുണ്ട്. കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഓർത്ത് നോക്കുക, കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവർ റെസ്പെക്റ്റീവ്ലി പറഞ്ഞിരിക്കുന്നത് 1 mu and 2 mu ആണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് വരേണ്ടത് ആരാണെന്നേ ഉള്ളൂ. നിങ്ങൾ n1 n2 എന്ന് പഠിച്ചു വെക്കാതെ ഫസ്റ്റ് വരേണ്ടുന്നത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സ്ക്വയറും സെക്കൻഡ് വരുന്നത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സ്ക്വയറുമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് ആദ്യം μ2, എനിക്ക് തോന്നുന്നു ഇത് 1 mu എന്നല്ല, ഇത് ഐ തിങ്ക് ദിസ് ഇസ് μ1 എന്നും ഇത് μ2 എന്നുമാണെന്ന് തോന്നുന്നു കേട്ടോ. μ1 and μ2. അപ്പം നമുക്കറിയാം കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഫസ്റ്റ് വരേണ്ടുന്നത്, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് മൈനസ് ചെയ്ത് വരേണ്ടുന്നത്, കാരണം കോറിൻ്റെ ആയിരിക്കണം ഗ്രേറ്റർ. സോ നമുക്കിവിടെ എന്ത് കൊടുക്കാം? √ ഏത് ആൻസർ ആയിട്ട് വരും? അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആൻസറല്ലേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. കാരണം എന്താ? sin ഇൻവേഴ്സ് √ μ2² - μ1². ചാടി കയറി
ഈ ഇക്വേഷൻ എഴുതി വെക്കരുത്. ഓക്കെ, ബിക്കോസ് ഇങ്ങനത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കുന്ന ഇങ്ങനെ ന്യൂമറിക്കൽ അപ്പോർച്ച് അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ തന്നെയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. പക്ഷേ അത് വെച്ചുകൊണ്ട് നിങ്ങൾ μ1 സ്ക്വയർ മൈനസ് μ2 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതി വെക്കാൻ നിൽക്കരുത്. കാരണം റെസ്പെക്റ്റീവ്ലി അവർ തിരിച്ചാണ് തന്നിരിക്കുന്നത്. ക്ലാഡിങ്ങും കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 μ2 എന്ന് പറഞ്ഞ് എടുത്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ആരാണോ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതാണെന്ന് നോക്കുക, അയാളെ വേണം ആദ്യം എഴുതാൻ. മൈനസ് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കുക, അയാളെ സെക്കൻഡ് എഴുതുക. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് μ2 സ്ക്വയർ മൈനസ് μ1 സ്ക്വയർ എന്നായിരിക്കും. ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, കറക്റ്റാണ്. What is the expression for the acceptance angle of optical fiber whose refractive cladding and co-refractive index is μ1 and μ2 respectively? So our answer is sin inverse μ2 root of μ2 square minus μ1 square. ഒരിക്കലും ഈ ഇക്വേഷൻ ഓപ്ഷൻസ് ചാടിക്കറി എഴുതി വെക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റീസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ കോറിനെ ആദ്യമേ നോക്കുക, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആദ്യം കൊടുക്കുക. μ1 ആണോ μ2 ആണോ μ3 ആണോ എന്നുള്ളത് ക്വസ്റ്റനിൽ തരും. അതനുസരിച്ച് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. Fourth option question, the sensing medium in an intrinsic optical fiber sensor is. ഓൾറെഡി നമ്മൾ പഠിച്ചു ഒപ്റ്റിക് ഫൈബർ സെൻസറിനകത്ത് ഇൻട്രിൻസിക്കും പഠിച്ചു, എക്സ്ട്രിൻസിക്കും പഠിച്ചു. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോഴേ വിതിൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ ആണെന്ന് അന്നേരം നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദ ഫൈബർ ഇറ്റ്സെൽഫ് ഈസ് ദ സെൻസിങ് മീഡിയം ഓർ സെൻസിങ് മെറ്റീരിയൽ. സോ അവിടെ നമ്മളത് പഠിച്ച കാര്യമാണ് അല്ലേ. അപ്പോൾ ഒരു ഇൻട്രിൻസിക് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസറിലെ ആരാണ് സെൻസിങ് മീഡിയം അല്ലെങ്കിൽ എവിടെയാണ് സെൻസിങ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഫൈബറിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ലാതെ പറഞ്ഞ് നമ്മൾ അന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു ആണല്ലോ. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ എന്നാലും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. In intrinsic optical fiber sensors, sensing takes place within the fiber itself to measure a particular parameter. അപ്പോൾ അവർക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, മീഡിയത്തിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇറ്റ് ഡയറക്ട്ലി എംപ്ലോയ്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ ആസ് എ സെൻസിങ് മീഡിയം ഓർ സെൻസിങ് മെറ്റീരിയൽ. അപ്പോൾ ഫൈബറിനെ തന്നെയാണ് നമ്മൾ സെൻസിങ് മീഡിയമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ആ കൊടുത്തിരിക്കുന്ന ഡയറക്റ്റ് മോഡുലേഷനിലൂടെ നമ്മൾ ആ ലൈറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഫൈബറിനുള്ളിൽ വെച്ച് തന്നെയാണ് മോഡുലേഷൻ സംഭവിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ഇൻട്രിൻസിക് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസർ. എന്നാൽ അതേസമയം എക്സ്ട്രിൻസിക് ആകുമ്പം അത് ഫൈബറിന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരു മോഡുലേറ്ററൊക്കെ യൂസ് ചെയ്ത് ഫൈബറിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ റീജിയൻ ഔട്ട്സൈഡ് ദ ഫൈബറിൽ വെച്ചിട്ടാണ് സെൻസിങ് നടക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരുന്നു? The sensing medium in an intrinsic optical fiber sensor is what? Its medium, its fiber itself, the optical fiber itself. Okay ആണല്ലോ. Fifth question, which material is used commonly in the production of blue LEDs? നമ്മൾ LED പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ LEDസിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന മെറ്റീരിയൽ, കോമൺലി ബ്ലൂ LEDസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഗാലിയം നൈട്രൈഡ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗാലിയം നൈട്രൈഡ് ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം ആൻസർ. സിലിക്കൺ എന്തായാലും വരത്തില്ല. ഗാലിയം ആഴ്സനൈഡിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് IR ഇൻഫ്രാറെഡ് റെഡ് LEDസിൻ്റെ പ്രൊഡക്ഷനാണ് നമ്മൾ ഗാലിയം ആഴ്സനൈഡ് യൂസ് ചെയ്യുക. ഈ സിലിക്കൺ കാർബൈഡ് വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. കാരണം സിലിക്കൺ കാർബൈഡ് സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പം ബ്ലൂവിനെയാണ് എമിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബ്ലൂ ആസ് എ സബ്സ്ട്രേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരെ എഴുതാം? സിലിക്കൺ കാർബൈഡിനെ എഴുതാം. പക്ഷേ പ്രൊഫഷണൽ ആൻസർ കീ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഒരു ഗാലിയം നൈട്രൈഡ് ആയിരുന്നു കൊടുത്തത്. കാരണം ഗാലിയം നൈട്രൈഡ് തന്നെയാണ് കോമൺലി നമ്മുടെ ബ്ലൂ LEDസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബ്ലൂ LEDസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി കോമൺലി ഉപയോഗിക്കുന്നത് ഗാലിയം നൈട്രൈഡും സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആരാണെന്ന് ചോദിച്ചാൽ അത് സിലിക്കൺ കാർബൈഡ് ആണെന്നും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ആൻസർ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ LEDs ഏതൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഗാലിയം ആഴ്സനൈഡ് ഇൻഫ്രാറെഡ് കൊടുക്കുന്നുണ്ട്, ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് റെഡ് ടു ഇൻഫ്രാറെഡ് ഓറഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം അവരവരുടെ കളറാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാം ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് വേണ്ടുന്നത് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ദെൻ അലൂമിനിയം ഗാലിയം ഫോസ്ഫൈഡ് ഗ്രീൻ ആണ്. അപ്പോൾ ഒരു ആൾ തന്നെ ചിലപ്പോൾ 1-2 ഗ്രീൻ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രീൻ തന്നെ 2-3 പേര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് കൊടുക്കുക. നമ്മൾ നോട്ട്സിൽ കൃത്യമായിട്ട് ആരൊക്കെയാണ് ഏതൊക്കെ കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട്സ് പോയി ഒന്ന് റിവൈസ് ചെയ്യുക, നോട്ട്സ് പോയി ഒന്ന് വായിക്കുക. അതിൽ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഗാലിയം ആഴ്സനൈഡ് ആണെങ്കിൽ ഇൻഫ്രാറെഡ് റെഡ് LEDs ആണ്, ഗാലിയം നൈട്രൈഡ് ആണെങ്കിൽ ബ്ലൂ LEDs നമുക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ പറഞ്ഞത് സിലിക്കൺ കാർബൈഡ് ആണെങ്കിൽ ബ്ലൂവിനെ ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സിലിക്കൺ കാർബൈഡും എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക, നോട്ട്സ് പോയി നന്നായിട്ട് വായിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഗാലിയം നൈട്രൈഡ് ആണ്. വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്ലൂ LEDs.
Sixth question. The Fermi level in an n-type semiconductor lies in. അപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്കറിയാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് എൻ ടൈപ്പ് പി ടൈപ്പ് കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ഇവർക്ക് എല്ലാവർക്കും ഫെർമി ലെവൽ ഉണ്ട്. അത് നമ്മൾ പഠിക്കുന്നുണ്ട് സെമി കണ്ടക്ടേഴ്സിൽ. ഇപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ഫെർമി ലെവൽ എവിടെ ലൈ ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, അപ്പോൾ ഇൻട്രിൻസിക് എൻ ടൈപ്പ് പി ടൈപ്പ്. അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഫെർമി ലെവൽ നമുക്ക് എക്സാക്ട്ലി എവിടെയാണെന്ന് പറയാം, ഏകദേശം അറ്റ് ദ സെൻറ്റർ ആണെന്ന് പറയാം. വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും സെൻറ്ററിലായിട്ടാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നോക്കിക്കേ, എൻ ടൈപ്പിലേക്ക് വരുമ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് ഒരുപാട് അകലെയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫെർമി ലെവൽ ഈസ് ക്ലോസ് ടു കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഫെർമി ലെവൽ എന്ന് പറയാൻ പറ്റും. എന്നാൽ വാലൻസ് ബാൻഡ് പി ടൈപ്പിലേക്ക് വരുമ്പോൾ വാലൻസ് ബാൻഡിൻ്റെ തൊട്ട് മുകളിലാണ്, അല്ലെങ്കിൽ ക്ലോസ് ടു വാലൻസ് ബാൻഡ് എന്ന് ആൻസർ പറയാൻ പറ്റും. സോ ആൻസർ എഴുതുന്നതിന് വേണ്ടി ഒരു ഒരു എയ്ഡ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പിക്ചർ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എൻ ടൈപ്പിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ മൈ ആൻസർ ഈസ് ഇറ്റ് ഈസ് നിയർ ടു കണ്ടക്ഷൻ ബാൻഡ് ഓർ ടു ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്. അങ്ങനെ ഒരു ആൻസർ ഉണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക. പി ടൈപ്പ് ആണെങ്കിൽ വാലൻസ് ബാൻഡ് മുകളിലാണെന്നോ അല്ലെങ്കിൽ വാലൻസ് ബാൻഡിന് ക്ലോസ് ആണെന്നോ എഴുതി വെക്കുക. സോ ആൻസർ ഓക്കെ, ദ ഫെർമി ലെവൽ ഇൻ ആൻ എൻ ടൈപ്പ് സെമികണ്ടക്ടർ ലൈസ് ക്ലോസർ ടു ദ കണ്ടക്ഷൻ ബാൻഡ്. ദാറ്റ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ക്ലോസർ ടു വാലൻസ് ബാൻഡ് ആയിരുന്നെങ്കിൽ അത് പി ടൈപ്പിലേക്ക് മാറിയേനെ, പി ടൈപ്പ്. then ഇത് നമുക്ക് എൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഇൻട്രിൻസിക്കിൻ്റെ ആൻസർ ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓപ്ഷൻസ് കൂടെ പഠിച്ചു പോകുമ്പോൾ കൂടെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനിയുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഒരു 1-2 പ്രോബ്ലവും അതിൻ്റെ ബാക്കി MCQസുമായിട്ട് കുറച്ച് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.